അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ, പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ മാജിക്കൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 49ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മുടെ ഈദ് ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ് അവധിയായിരുന്നു. ഇനി ക്ലാസ് നമ്മൾ പഴയതുപോലെ തുടർന്നു പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണോ? 20 വർഷമായി നീ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണോ? രാവിലെ മുതൽ അവൾ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണോ? ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം. അതിൽ നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഹാസ് ഓർ ഹാവ് അതിനെ ഉപയോഗിക്കുക. അതിനുശേഷം രണ്ടാമത് സബ്ജക്റ്റായിട്ട് ഏതാണോ വാക്ക് എങ്കിൽ അത് ഉപയോഗിക്കുക. അപ്പോൾ ഹാസിൻ്റെ കൂടെ ചില സബ്ജക്റ്റുകളെ ചേരുകയുള്ളൂ, ഹാവിൻ്റെ കൂടെ മറ്റു ചിലതേ ചേരുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഐ യു ഒഴികെയുള്ള ഏകവചനവും അതിൻ്റെ മുമ്പിൽ നമ്മൾ ഈ ഘടനയിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഹാസ് ഉപയോഗിക്കണം. അതുപോലെ ഐ എന്നതിൻ്റെ മുമ്പിലും ഹാവ് ഉപയോഗിക്കണം, യു എന്നതിൻ്റെ മുമ്പിലും ഹാവ് ഉപയോഗിക്കണം, മറ്റു ബഹുവചനങ്ങളുടെ കൂടെയും ഹാവ് ഉപയോഗിക്കണം. അപ്പോൾ ഫസ്റ്റ് ഹാസ് ഓർ ഹാവ്, ദെൻ സബ്ജക്റ്റ്, അതിനുശേഷം ബീൻ, BEEN, അതിനുശേഷം വെർബ് പ്ലസ് ING. ഇതാണ് നമ്മുടെ വാക്യഘടന. ഈ വാക്യഘടന നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ആശയമാണ് അർത്ഥമായി കിട്ടുന്നത്. നീ രാവിലെ മുതൽ കളിച്ചുകൊണ്ടേയിരിക്കുകയാണോ? മഴ രാവിലെ മുതൽ പെയ്തുകൊണ്ടേയിരിക്കുകയാണോ? പഴയ കാലത്ത് കുറേ മുമ്പ് തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദ്യമായി വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ആവശ്യമായി വരുന്നത്. ഉദാഹരണത്തിലേക്ക് പോകാം. ഫസ്റ്റ് ആ വാക്യഘടനയെ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് നമ്മുടെ വാക്യഘടന. നമ്മൾ ഉദാഹരണം എഴുതിയിട്ട്, ഹാവ് യു ബീൻ ടീച്ചിങ് ഫോർ 20 years. ഹാവ് യു ബീൻ ടീച്ചിങ്, നീ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ? ഹാവ് യു ബീൻ പ്ലേയിങ്, നീ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ? ഇവിടെ നമ്മൾ ഏത് ബഹുവചനത്തെയും ഈ ഹാവ് എന്ന ഘടനയിലാണ് ഉപയോഗിക്കുന്നത്. ഐ എന്നതിനെയും യു എന്നതിനെയും ഇതേ ഘടനയിലാണ് ഉപയോഗിക്കുന്നത്. ഹാവ് ഐ ബീൻ ടീച്ചിങ് ഫോർ 20 years, ഞാൻ 20 വർഷമായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണോ? ഹാവ് ഐ ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണോ? ഇതാണ് നമ്മൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസിലൂടെ ചോദിച്ചാൽ കിട്ടുന്ന അർത്ഥം. അപ്രകാരം തന്നെ നമുക്കിവിടെ ഹാവ് വി ബീൻ ടീച്ചിങ് എന്ന് പറയാം, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണോ? ഹാവ് വി ബീൻ വർക്കിംഗ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണോ? ഹാവ് ബോയ്സ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്, ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണോ? ഹാവ് ഗേൾസ് ബീൻ ഡാൻസിങ്, പെൺകുട്ടികൾ ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണോ? ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇവിടെ ഏത് ബഹുവചനവുമാകാം, യു എന്നതുമാകാം സബ്ജക്റ്റ്, ഐ എന്നതുമാകാം. അപ്പോഴൊക്കെ നമുക്കിവിടെ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹാവ് യു ബീൻ, ഹാവ് ദേ ബീൻ, ഹാവ് ഐ ബീൻ, ഹാവ് ബ്രദേഴ്സ് ബീൻ, ഹാവ് ഫാദർ ആൻഡ് മദർ ബീൻ, ഹാവ് ബ്രദർ ആൻഡ് സിസ്റ്റർ ബീൻ. കാരണം അതൊക്കെ രണ്ട് ആൻഡ് വെച്ച് രണ്ട് പേര് പറഞ്ഞാൽ പോലും അത് ബഹുവചനമാണ്. ഹാവ് ബ്രദർ ആൻഡ് സിസ്റ്റർ ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്, സഹോദരനും സഹോദരിയും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ? ഹാവ് ഡ്രൈവേഴ്സ് ബീൻ ഡ്രൈവിംഗ് സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ ഡ്രൈവർമാർ ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ? ഹാവ് ഡോക്ടേഴ്സ് ബീൻ എക്സാമിനിങ് സിൻസ് മോർണിംഗ്, ഡോക്ടർമാർ രാവിലെ മുതൽ പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ? അപ്പോൾ ഏത് ബഹുവചനത്തിൻ്റെയും സബ്ജക്റ്റ് നമുക്ക് വരുന്ന പക്ഷം നമ്മൾ ഉപയോഗിക്കേണ്ടത്, അത് ചോദ്യമായി ഈ ഘടനയിൽ ഉപയോഗിക്കാൻ ഹാവ് എന്നതാണ് ഫസ്റ്റ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം ബീൻ എന്നത് നിർബന്ധമായിട്ടും വേണം. അതിനുശേഷം വെർബ് പ്ലസ് ING, ടീച്ചിങ് കൊടുത്തു. അതിനുശേഷം നമുക്ക് സന്ദർഭാനുസരണം നമുക്ക് വാചകങ്ങളെ ദീർഘമാക്കാൻ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയും. ഇത് സെൻറ്റൻസിൽ ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങളൊക്കെ. അപ്പോൾ നീ 20 വർഷമായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണോ? ഹാവ് യു ബീൻ ടീച്ചിങ് ഫോർ 20 years. ഇനി നമുക്കറിയാം ഹാസ് ഉപയോഗിക്കുന്നത് ഐ യു ഒഴികെയുള്ള ഏത് ഏകവചനം സബ്ജക്റ്റായി വരുമ്പോഴും നമുക്ക് ഹാസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മഴ പെയ്യുക എന്നതിനെ പരാമർശിക്കുമ്പോൾ ഇറ്റാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് ചോദിക്കുന്നത്, രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണോ? എങ്ങനെ പറയും? ഹാസ് ഇറ്റ് ബീൻ റൈനിങ് സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ
മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ. ഹാസ് ഫസ്റ്റ് വെച്ചു, ഇറ്റ് എന്നുള്ള സബ്ജക്റ്റ് രണ്ടാമത് വെച്ചു, ബീൻ എന്ന് മൂന്നാമത് നിർബന്ധമായും വെക്കണം, റൈനിങ് എന്നുള്ള വെർബ് പ്ലസ് ING, അതിനുശേഷം സിൻസ് മോർണിംഗ് രാവിലെ മുതൽ. അപ്പോൾ രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ. ഇവിടെ നമുക്ക് ഹാസിന് ശേഷം ഏത് ഏകവചനവും വെക്കാം. ഐ എന്നതും പാടില്ല, യു എന്നതും പാടില്ല, മറ്റു ഏത് ഏകവചനങ്ങളും വെക്കാം. അപ്പോൾ ഹാസ് ഇറ്റ് അൻസഫ് ബീൻ ഡ്രൈവിംഗ് സിൻസ് മോർണിംഗ്. അൻസഫ് രാവിലെ മുതൽ ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ. ഒരു പേരായി. ഹാസ് ഇറ്റ് എന്നതിന് പകരം നമുക്കവിടെ ഹാസ് മദർ ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ്. ഉമ്മ മദർ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ, പാചകം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ. ഹാസ് സ്റ്റുഡൻറ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. വിദ്യാർത്ഥി രാവിലെ മുതൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ. അപ്പോൾ ഹാസ് സ്റ്റുഡൻറ്, ഇവിടെ ഈ സ്റ്റുഡൻറ് എന്നത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇറ്റ് വേണ്ട, ഹാസ് സ്റ്റുഡൻറ് ബീൻ. അപ്പോൾ ഹാസ് എന്നതിന് ശേഷം നമ്മൾ ഏത് സബ്ജക്റ്റ് ഏകവചനവും ഐ അല്ലാത്ത യു അല്ലാത്ത ഏത് ഏകവചനം സബ്ജക്റ്റും നമുക്ക് അവിടെ ചേർത്ത് കൊടുക്കാം. എന്നാൽ നമുക്ക് ഇതേ അർത്ഥം കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഹാസ് മദർ ബീൻ കുക്കിംഗ്, ഹാസ് ഫാദർ ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. ഫാദർ രാവിലെ മുതൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ. ഹാസ് ഡോക്ടർ ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. ഡോക്ടർ രാവിലെ മുതൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ. ഹാസ് പ്ലെയർ കളിക്കാരൻ എന്നുള്ള ഒരു സബ്ജക്റ്റായി നമുക്ക് അവിടെ. അപ്പോൾ ഹാസ് പ്ലെയർ ബീൻ പ്ലേയിങ് സിൻസ് മോർണിംഗ്. കളിക്കാരൻ രാവിലെ മുതൽ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ. ഹാസ് ഡ്രൈവർ ബീൻ ഡ്രൈവിംഗ് സിൻസ് മോർണിംഗ്. ഡ്രൈവർ രാവിലെ മുതൽ ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ. ഹാസ് സിസ്റ്റർ ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ്. സഹോദരി രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ. എന്നിത്യാദി സെൻറ്റൻസുകളെ നമുക്ക് ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അപ്പോൾ നമുക്ക് മഴ പെയ്യുക എന്നതിലേക്ക് തന്നെ മടങ്ങി വരാം. മഴ രാവിലെ മുതൽ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ എന്നതിന് ഹാസ് ഇറ്റ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ. എന്നിത്യാദി സെൻറ്റൻസുകളെല്ലാം നമ്മൾ ഇത്തരത്തിലാണ് ഉണ്ടാക്കേണ്ടത്, ഇത്തരത്തിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ ആശയങ്ങൾ വരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്രകാരം സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെ ധാരാളം ഉണ്ടാക്കുക വഴി ഇതിൽ നിങ്ങൾ ഫ്ലുവൻ്റായി മാറുക, നല്ല വണ്ണം പ്രാക്ടീസ് ചെയ്യുക, നോട്ട് എഴുതി വെക്കുക. ഇതോടെ ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.